ഫുട്ബോൾ ആരാധകർ മാത്രമല്ല, ഈ കൊൽക്കത്തയിലെ ആളുകൾ ഒന്നാകെ ഇവിടെ ഒഴുകിയെത്തുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഈ സ്റ്റേഡിയത്തിന് സമീപത്തേക്ക് എത്തുന്നത്. പോലീസിന് ഗോ ബാക്ക് വിളിച്ച് പ്രവർത്തകരും പ്രതിഷേധക്കാർ നീങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാനാവുന്നൊരു സ്ഥിതിയല്ല ബംഗാളിൽ കൊൽക്കത്തയിൽ ഇപ്പോഴുള്ളത്. ഇന്ന് മത്സരം നടക്കേണ്ടതായിരുന്നു, മത്സരം നടത്താൻ കഴിഞ്ഞില്ല. ആ മത്സരം കാണാനെത്തിയ 60,000 പേർ ഫുട്ബോൾ ആരാധകരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഈ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ പ്രക്ഷോഭം നടത്തുന്നത്. പ്രതിഷേധമല്ലതൊരു പ്രക്ഷോഭമായി തന്നെ മാറുന്ന കാഴ്ചയാണ് കൊൽക്കത്തയിൽ നിന്ന് നടക്കുന്നത്. ഇന്ന് നടക്കേണ്ട ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മത്സരം റദ്ദ് ചെയ്തതിനെ തുടർന്നാണ് പുറത്തു പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ക്രമസമാധാന നില സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ ബംഗാൾ സർക്കാരിന്, ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല എന്ന ആക്ഷേപം ডার্বিটা হতো, এইভাবে আমাদের মারা হতো না, আমাদের প্রতিবাদে নামতে হতো না। গলের বিচার চাই, আর্জি গলের বিচার চাই, আর্জি গলের বিচার চাই। We want justice, 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 we want justice. বলিয়া কইছে আজকে কইছে বলে আজকে কইছে আজকে আমাদের কইছে জাস্টিস ফর আর্জিকর, উই গ্যালারি কিশোর, জাস্টিস ফর আর্জিকর, উই গ্যালারি কিশোর, জাস্টিস ফর আর্জিকর, উই গ্যালারি কিশোর, জাস্টিস ফর আর্জিকর, সব গ্যালারি কিশোর, জাস্টিস ফর আর্জিকর, সব গ্যালারি কিশোর, জাস্টিস ফর আর্জিকর, উই গ্যালারি কিশোর, জাস্টিস ফর আর্জিকর, বাঙাল গড়িয়া জাস্টিস ফর আর্জিকর। ഈ രൂപത്തിലാണ് പ്രതിഷേധം. അതിൻ്റെ പരിധികൾ ഭേദിച്ച് മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണിപ്പോൾ ഇവിടെ കൊൽക്കത്തയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനാകുന്നത്. ആൾക്കൂട്ടം അത് ഓരോരുത്തരായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇവിടെ ഒഴുകിയെത്തുന്നു. അത് ഫുട്ബോൾ ആരാധകർ മാത്രമല്ല, സാധാരണക്കാർ വരെ അവർ പ്രതിഷേധത്തിലാണ്. നീതി ഉറപ്പാക്കണം. കൊല്ലപ്പെട്ട ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനിക്ക് നീതി ഉറപ്പാക്കണം എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും ആവശ്യം. ആ ആവശ്യത്തിന് വേണ്ടിയുള്ള സമരം പ്രായവ്യത്യാസങ്ങളില്ലാതെ ഒരു പരിധികളുമില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും പ്രായഭേദമന്യേ ഈ സ്റ്റേഡിയത്തിന് സമീപത്തേക്ക് ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ തത്സമയം കാണുന്നത്. ഇത് പലതരത്തിലുള്ള അടിച്ചമർത്തലുകൾ ഈ സമരം നിയന്ത്രിക്കാൻ
അതായത് അതിൽ ആർജിക്കർ ആശുപത്രിക്ക് സമീപം ഡോക്ടർമാർ പ്രതിഷേധിച്ചതിൽ നിന്ന് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് തടയിടാൻ ശ്രമിച്ചു. സമരങ്ങളെ അടിച്ചമർത്താൻ ബംഗാൾ സർക്കാർ ശ്രമിച്ചു. പക്ഷേ അതിപ്പോൾ കൂടുതൽ തെരുവിലേക്ക് ആളുകളെ എത്തിച്ചിരിക്കുകയാണ്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് സമീപം, അതായത് കൊൽക്കത്തയിലെ ഏറ്റവും പ്രശസ്തമായ സ്റ്റേഡിയമാണ്, ലോകോത്തരമായ ഒരു സ്റ്റേഡിയം തന്നെയാണ്. അതിന് മുൻപിൽ പ്രതിഷേധക്കാർ ഇപ്പോൾ ഒഴുകിയെത്തുകയാണ്. ആ രീതിയിൽ അവിടെ പ്രതിഷേധം അടുത്ത തലത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് വേണം കരുതാൻ. മമതാ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളല്ലേ? We demanding our CM have to resign. We want just now justice. We want justice. We want justice. We want justice and our CM have to resign. We want justice. আমরা ওনার পদত্যাগ চাই। আমরা ওনার পদত্যাগ চাই। উনি একটা মহিলা মুখ্যমন্ত্রী, পদত্যাগে কিছু হবে না। পদত্যাগ ছাড়া কিছু হবে না। মনমোহন ইসমান সাবড়াদের আবেগটা দেখুক। যেইভাবে মমতা সরকার প্রতিনিয়ত প্রতিবার যেভাবে ধর্ষকদের সাথ দিয়েছে, আমরা এনার পদত্যাগ চাই। কিভাবে দেখেছি সে হাসখালি হোক কিংবা কামধুনু, প্রতিবার তারা নির্লজ্জভাবে ধর্ষকদের সাথ দিয়েছে। এই যে অবিচার, এই যে স্বৈরাচার, আমরা এই স্বৈরাচারের থেকে মুক্তি চাই, আমরা এই নির্মমতার থেকে মুক্তি চাই, আমরা নতুন ভোট দেখতে চাই। ছাত্ররা, খেলোয়াড়রা, প্রতিটা নাগরিক, মহিলারা പ്രതിഷേധം അതിന്റെ പരിധികളും സീമകളും ലംഘിച്ച് തുടരുകയാണ്. വലിയ പ്രതിഷേധം, അത് നമുക്ക് പറയാനാവുന്നതിനപ്പുറമുള്ള പ്രതിഷേധം ഈ കൊൽക്കത്തയിൽ അരങ്ങേറുന്നു. വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ആർജിക്കാർ മെഡിക്കൽ കോളേജിന് സമീപത്ത് 7 ദിവസത്തെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെങ്കിൽ കൊൽക്കത്തയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് ആളുകൾ, പ്രതിഷേധക്കാർ ഒഴുകിയെത്തി നീതിക്ക് വേണ്ടി പ്രതിഷേധം തുടരുകയാണ്. ഒരാഴ്ച പിന്നിടുമ്പോഴും ആർജിക്കാറിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ കൊലയാളി ആരെന്ന് എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഒറ്റൊരാൾ സിവിക് പോലീസ് വാളണ്ടിയറായ സഞ്ജയ് റോയ് എന്നൊരൊറ്റ ആൾ മാത്രം, ഒരൊറ്റ പ്രതിയിൽ മാത്രം നിൽക്കുകയാണ്. ഇപ്പോഴും CBIയുടെ അന്വേഷണവും അതിനൊരു കൃത്യമായൊരു അവസാനം വേണം. ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടത് എന്നതിൽ ഒരു വ്യക്തത വേണം. അതിനുവേണ്ടിയുള്ള സമരമാണ് കൊൽക്കത്തയിൽ തുടരുന്നത്. നേരത്തെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു പ്രതിഷേധക്കാർ. ഇപ്പോൾ സമരം നടക്കുന്നത് തന്നെ ഒരർത്ഥത്തിൽ ഈ ഒരു നിയന്ത്രണത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. ഇന്ന് കൊൽക്കത്തയിൽ നടക്കേണ്ട മത്സരം വളരെ പ്രധാനപ്പെട്ട മത്സരമായിരുന്നു. ആ മത്സരത്തിന് ഇന്ന് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മത്സരം നടക്കേണ്ട മത്സരം റദ്ദു ചെയ്തിരുന്നു. 60,000 പേരാണ് അതിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നത്. അവിടേക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ പോലീസ് കണക്ക് കൂട്ടിയിരുന്നത് അതിനുള്ളിൽ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് മത്സരം റദ്ദു ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ മത്സരം റദ്ദു ചെയ്തെങ്കിലും അവിടെ പ്രതിഷേധിക്കാനെത്തിയ ഫുട്ബോൾ ആരാധകർ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ്. നീതി ആവശ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും মুখ্যমন্ত্রীর পদত্যাগ চাই। ഈ രൂപത്തിൽ പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധം അതിന്റെ പരിധികൾ ലംഘിച്ച് വേറെ ശരി, കൊൽക്കത്തയിൽ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ കൂട്ടബലാത്സംഗ കൊലയിൽ ഇപ്പോൾ കൊൽക്കത്തയിലാകെ, ബംഗാളിലാകെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. കൊൽക്കത്തയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പ്രതിഷേധക്കാർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചത്. കൊൽക്കത്തയിലെ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ മത്സരം മാറ്റിവെച്ചു. മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം റദ്ദാക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി അവിടെ എത്തിയ ഫുട്ബോൾ ആരാധകരെല്ലാം തന്നെ പ്രതിഷേധിക്കുകയായിരുന്നു. ആ പ്രതിഷേധം പിന്നീട് കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നതോടുകൂടി തന്നെ ആർജിക്കർ ആശുപത്രിയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ നീതി തേടിയുള്ള വലിയ പ്രതിഷേധമായി മാറുകയായിരുന്നു. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. പോലീസ് ലാത്തി വീശുകയും ചെയ്തു. അത്തരത്തിൽ വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇപ്പോഴും അവിടെ നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധിക്കുകയാണ്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് സമീപം കൊൽക്കത്തയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയമാണ് സാൾട്ട് ലേക്ക് സ്റ്റേഡിയം. അവിടെയാണ് മോഹൻ ബഗാന്റെയും ഈസ്റ്റ് ബംഗാളിന്റെയും രണ്ട് പ്രമുഖ ക്ലബ്ബുകളുടെ ആരാധകരും ഒപ്പം ഈ യുവ ഡോക്ടർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് തന്നെ മറ്റു സാധാരണക്കാരും എത്തിക്കൊണ്ട്, നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രായഭേദമന്യേ അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. രാത്രിയാകുന്നതോടെ പ്രതിഷേധം കൂടുതൽ കനക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നതും. ആദിൽ പാലോടും സായ്കുമാറും വിവരങ്ങൾ നൽകാൻ ചേരുന്നു. സായ്കുമാർ, നമ്മൾ കാണുന്നത് സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നും. ആദിൽ പറഞ്ഞതുപോലെ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മമതാ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. എങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങളെ നേരിടാൻ പോകുന്നത് എന്നത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ മമതാ ബാനർജി രാജിവെക്കണം എന്നുള്ളതാണ്. അവിടെ കൂടിയിരിക്കുന്ന ഈ മുദ്രാവാക്യം വിളിക്കുന്ന പ്രതിഷേധക്കാരെല്ലാവരും ഏറ്റുവിളിക്കുന്നത്. അതോടൊപ്പം ആർജിക്കർ ആശുപത്രിക്കെതിരെയും ബാനറുകൾ അവർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഫുട്ബോൾ ആരാധകർ എന്ന് പറയുന്നത് ബംഗാളിലെ ഒരു വലിയ ആൾക്കൂട്ടമാണ്. അവിടെ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളിലും ഒക്കെ നിറയെ ആരാധകരുള്ള ഫുട്ബോളിന്റെ രീതിയിലും അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. বড় কিছুকে লোকানোর চেষ্টা চলছে। বাংলার সমস্ত মা বোনকে বলা হচ্ছে রাস্তায় নামুন এবং স্বাস্থ্যমন্ত্রী পুলিশ মন্ত্রীর পদত্যাগ চাই। যতক্ষণ এটা বড় কিছু লুকানোর বিশাল বড় গ্যামলিং, বড় কিছু লুকিয়েছে। বড় সঞ্জয় একাদশী নয়, এখানে আরো বড় মাথা আছে। রাঘব বোয়াল চাই। പോലീസ് ഒത്തുകളിക്കുന്നു, നിയമവ്യവസ്ഥയാകെ താറുമാറായിരിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രതിഷേധക്കാർ പറയുന്നത്. മമതാ ബാനർജി മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണമെന്നും അവർ ആവശ്യപ്പെടുകയാണ്. লক্ষ্মীর ভান্ডার বর্জন করে বাংলার সমস্ত মা বোনেরা রাস্তায় নামুন, আরো নামুন। একদম মুখ্যমন্ত্রীর পদত্যাগ চাই, এর বাইরে আর কিছু না। যতক্ষণ না শাস্তি পাচ্ছে এটা বড় কিছু লুকানো হয়ে গেছে। We want justice. We want justice. We want নির্লজ্জ মুখ্যমন্ত্রী